അടുത്തത് നമുക്കിതിൽ ഫാമിലീസ് ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള ഫാമിലീസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം പുതിയ മോഡൽ വിൻഡോസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഫാമിലീസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫാമിലീസിൽ എന്നിട്ട് എന്ത് ചെയ്യാം, ന്യൂ എടുക്കാം. അപ്പോൾ കുറേ കാറ്റഗറി നമുക്ക് ഏത് ടൈപ്പ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഉദാഹരണം നമുക്ക് വിൻഡോ ഉണ്ടെങ്കിൽ വിൻഡോ ഇട്ട് കൊടുക്കാം. ഏതാ വേണ്ട സെലക്ട് ചെയ്താൽ മതി, വിൻഡോ ഇട്ട് കൊടുക്കുക. നേരെ ഓപ്പൺ ഇട്ട് കൊടുത്തു. ഏത് കാറ്റഗറി നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ട ആ കാറ്റഗറി ഇട്ട് കൊടുക്കുക. എന്നാലും യൂണിറ്റ് സെറ്റ് ചെയ്താൽ നമുക്ക് ഈ യൂണിറ്റ് ഒക്കെ എന്ത് ചെയ്യുക, കറക്റ്റ് യൂണിറ്റ് സെറ്റ് UN എൻ്റർ ചെയ്തിട്ടൊക്കെ UN കറക്റ്റ് സെറ്റ് ചെയ്യുക. ഓക്കെ ഇട്ട് കൊടുത്തു. ഇവിടെയൊക്കെ അതേമാതിരി ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എടുത്ത് കാണിച്ചു കൊടുക്കാം. ഇപ്പോൾ നമുക്കിത് ഇപ്പോൾ ലെവലിലാണ് എടുക്കുന്നത്, പ്ലാനിലാണ് എടുക്കുന്നത്. നമുക്ക് എത്ര വിടുത്ത് എത്ര വേണ്ടത്. അപ്പോൾ അതിൻ്റെ വിടുത്ത് 3 കല്ലിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 150 ഇട്ട് കൊടുക്കുക. 150 കൊടുക്കാം. അതേപോലെ എലിവേഷൻ എടുത്ത് X0 എന്ത് എടുത്ത് എലിവേഷനിൽ വരുന്ന X0 എടുത്തിട്ട് എന്ത് ചെയ്തു, അതിനെ സെലക്ട് ചെയ്താൽ അതിൻ്റെ ഹൈറ്റ് 150 ആണെങ്കിൽ 150 ഇട്ട് കൊടുക്കുക. അപ്പോൾ അവിടെ 150 ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും ഫയൽ ഇതിൽ കൊണ്ടുവരാം. അതായത് ഇപ്പോൾ അതിന് ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇമ്പോർട്ടിൽ ഫയൽ കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് ഇൻസേർട്ട് ക്ലിക്ക് ചെയ്തെടുക്കാം. മുകളിൽ ഇൻസേർട്ട് ഉണ്ടാവും, അതിൽ ഇമ്പോർട്ട് കാഡ് ക്ലിക്ക് ചെയ്യുക. ഇമ്പോർട്ട് കാഡിൽ എന്ത് ചെയ്യുക, നമ്മൾ ചെയ്ത ഫയൽ എവിടെയുള്ളത് കാണിച്ചു കൊടുക്കുക. അപ്പോൾ ഉദാഹരണം ഫയൽ സേവ് ചെയ്ത ഫയൽ എടുക്കുകയാണ്. ജസ്റ്റ് ഒരു ഫയൽ ഓട്ടോകാഡ് ചെയ്ത ഫയൽ എടുത്തു. ഇമ്പോർട്ട് യൂണിറ്റ് വന്നിട്ട് എന്ത് ചെയ്യുക, സെൻറ്റിമീറ്ററിനാക്കി കൊടുത്തു. നേരെ ഓക്കെ ഇട്ട് കൊടുത്തു. നമുക്ക് ഈ ഫയൽ ഇവിടെ നമുക്ക് ഫയൽ കറക്റ്റ് ആണ്, കറക്റ്റ് ഇവിടെ കറക്റ്റ് കൊടുക്കുന്നൊക്കെ സ്റ്റാപ്പ് ഉണ്ടോ, കറക്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്തിട്ടൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് കറക്റ്റ് കൊണ്ടുവച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് അവിടെ വരച്ചിട്ട് കൊടുക്കാം. വരക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ ക്രിയേറ്റിൽ വരിക. ഇപ്പോൾ എക്സ്പ്രഷൻ എടുത്തു, റെക്റ്റാങ്കിൾ എടുത്തു, നേരെ ഇങ്ങനെ റെക്റ്റാങ്കിൾ ഇട്ട് കൊടുക്കുക. അവിടെ എന്ത് ചെയ്യുക, ഇവിടെ റെക്റ്റാങ്കിൾ ഇട്ട് കൊടുക്കുക. നേരെ റെക്റ്റാങ്കിൾ ഇട്ട് കൊടുത്തു, ഇട്ട് കൊടുക്കുക. നേരെ ഫിനിഷ് ഇട്ട് കൊടുത്തു. അതിൻ്റെ തിക്നെസ് എന്ത് ചെയ്യുക, 7 ഇട്ട് കൊടുക്കുക. അതിന് ഉള്ളിലത്തെ ഓരോ ഒബ്ജക്റ്റും അങ്ങനെ ഓരോന്ന് വരച്ചിട്ട് കൊടുക്കുക. നമുക്ക് ഇപ്പോൾ ക്രിയേറ്റ് വന്നിട്ട് പിക്ക് ലൈനൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യുക, അപ്പോൾ നമുക്ക് എക്സ്പ്രഷൻ എടുത്തു, പിക്ക് ലൈൻ എടുത്താലും മതി. പിക്ക് ലൈൻ എടുത്തിട്ട് എന്ത് ചെയ്യുക, അപ്പോൾ ആദ്യം വീണ്ടും റെക്റ്റാങ്കിൾ എടുത്തു, ഇങ്ങനെ റെക്റ്റാങ്കിൾ വരച്ചു. എന്നിട്ട് പിക്ക് ലൈൻ എടുത്തിട്ട് ഇതൊക്കെ പിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇതൊക്കെ പിക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ കംപ്ലീറ്റ് എല്ലാം പിക്ക് ചെയ്യുക. നേരെ ഫിനിഷ് ഇട്ട് കൊടുക്കുക. അല്ല, അതിൻ്റെ തിക്നെസ് 2 ഇട്ട് കൊടുത്താൽ മതി. 2 ഇട്ട് കൊടുത്തു. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സേവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സേവ് ചെയ്യുക. സേവ് ആസ് ഇട്ട് കൊടുക്കുക. അതിൽ ഫാമിലി ആയിട്ട് സേവ് ചെയ്യാൻ ഫാമിലി ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഡെസ്ക്ടോപ്പ് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ ആ ഫയലിൽ കൊണ്ടുപോയി സേവ് ചെയ്യുക. ഞാൻ പിന്നെ ഫാമിലി പേരിട്ടു, 4 പേരിട്ടു, സേവ് ഇട്ട് കൊടുത്തു. ഇനി നമ്മളെ വർക്കിൽ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്തു, ഇത് ക്ലോസ് ചെയ്തിട്ട് എന്ത് ചെയ്തു, നമ്മൾ വർക്ക് ഓപ്പൺ ആക്കി വർക്കിൽ കൊടുക്കുക. ഇതൊരു വർക്കിൽ നമുക്ക് എന്തെങ്കിലും പ്രൊജക്റ്റ് വരച്ചിട്ട് എന്ത് ചെയ്യുക, നമ്മളിപ്പോൾ സാധാരണ നമ്മൾ ലോഡ് ഫാമിലി എടുക്കുന്ന പോലെ തന്നെ ഈ ഫാമിലി വർക്ക് എടുത്താൽ മതി. അപ്പോൾ ഞാനൊരു വർക്ക് ഓപ്പൺ ആക്കുകയാണ്. ഇപ്പോൾ ഇതിൽ ഞാൻ ഇവിടെ ഒരു വിൻഡോ എന്തെങ്കിലും ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ലെവൽ 1 എന്തെങ്കിലും ഇട്ടെടുത്തു. ഇവിടെ വിൻഡോ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഈ വിൻഡോസ് ക്ലിക്ക് ചെയ്യുക, ലോഡ് ഫാമിലി ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഈ ഡെസ്ക്ടോപ്പിൽ നമ്മൾ ആ ഫയൽ ഉണ്ടല്ലോ സെലക്ട് ചെയ്യാം. ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്തു, ഇട്ടെടുത്തു. എന്നിട്ട് നേരെ നമുക്ക് എന്ത് ചെയ്യുക, 3D എടുക്കുക. നമ്മൾ കൊടുത്ത ഡിസൈന് വന്നിട്ടുണ്ട് അവിടെ കറക്റ്റ് ഉണ്ടാകും. മുകളിൽ നമ്മൾ കറക്റ്റ് വരച്ചെന്നല്ല, നമ്മൾ ഫുള്ള് വരച്ചിട്ടില്ല. അതുകൊണ്ട് ആ കട്ടിങ്ങിൽ മാത്രം ഉണ്ടാവും, ആ കട്ടിങ് മാത്രം അവിടെ വന്നിട്ടുണ്ട്, വരച്ച കട്ടിങ് മാത്രം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഫാമിലീസിനെ ക്രിയേറ്റ് ചെയ്യാൻ ഇങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഓക്കെ, ക്ലിയറായി വിചാരിക്കണം. അപ്പോൾ ഇത്ര തന്നെ റെവിറ്റിൽ പറയാനുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ സ്വന്തം ഓരോന്നും കണ്ടെത്തി ചെയ്യുക. മെയിനായിട്ട് നമുക്ക് സിവിലിന് ആവശ്യമായിട്ട് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞു. ബാക്കി നമ്മൾ സ്വന്തം ഡെവലപ്പ് ചെയ്തിട്ടൊക്കെ എന്ത് ചെയ്യുക, കാര്യങ്ങൾ ഓരോന്നും ചെയ്തെടുക്കുക കേട്ടോ.